യെസ്, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇഫ് 2 കിലോഗ്രാം നൈട്രജൻ റിയാക്ട്സ് വിത്ത് 2 കിലോഗ്രാം H2 ടു ഫോം അമോണിയ, ഓക്കെ, according to the equation N2 plus 3H2 gives 2NH3. ക്വസ്റ്റ്യൻ ഇതാണ്, ഏതാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്, വിച്ച് ഈസ് ദി ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഓക്കെ, ഫൈൻഡ് ദി മാസ് ഓഫ് അമോണിയ ഫോംഡ്. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ടത്? 2 കിലോഗ്രാം N2 അല്ലേ മക്കളെ, ഗിവൺ ഡാറ്റ 2 കിലോഗ്രാം N2 ദാറ്റ് ഈസ് ഈക്വലൻ ടു 2 × 1000. അതെന്താ 1000 ഗ്രാമിലേക്ക് മാറ്റി ഡിവൈഡ് ബൈ 28. അപ്പോൾ 2000/28 വരും. 2000/28 എന്ന് പറഞ്ഞാൽ എത്ര വരുക പറയൂ? യെസ്. ഇനി എല്ലാവരും അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇഫ് 2 കിലോഗ്രാം N2 reacts with 2 kilogram H2 to form ammonia, according to the equation N2 plus 3H2 gives 2NH3. ക്വസ്റ്റ്യൻ അത്രയും ഞാൻ എഴുതിയിട്ടില്ലൂ. എന്താണ്? 2 കിലോ നൈട്രജനും 2 കിലോഗ്രാം ഹൈഡ്രജനും റിയാക്ട് ചെയ്തിട്ട് അമോണിയ ഈ ഇക്വേഷൻ പ്രകാരം ഉണ്ടാവുകയാണെങ്കിൽ ഏതാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്, എത്ര ഗ്രാം പ്രോഡക്റ്റായ അമോണിയ ഉണ്ടാവും? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? അപ്പം ഞാൻ ബോർഡിൽ എഴുതിയിരിക്കുന്നത് ശരിക്കും ശ്രദ്ധിക്കുക. നമുക്ക് ഒന്നാമത് ഇത് ടെക്നിക്കൽ ഐഡിയയിലുള്ള ക്ലാസ്സാണ്, അപ്പോൾ നമുക്ക് സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അറിയാലോ ഇത് സെൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ റിവേഴ്സ് ചെയ്ത് കാണണം, കേട്ടില്ലേ? അപ്പോൾ നോക്കുക, ഇക്വേഷൻ പ്രകാരം 1 മോൾ നൈട്രജൻ 3 മോൾ ഹൈഡ്രജൻ വേണം, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നിരിക്കുന്ന ഡാറ്റ മാസാണോ മോളാണോ? മാസ്. അപ്പോൾ അത് മോളിലേക്ക് മാറ്റുക. 2 കിലോ നൈട്രജൻ എത്ര മോൾ ഉണ്ടാവും? 2 × 1000/28. അത് ഈ 1000 നമ്മൾ ഇതുവരെ ഗ്രാമേ തന്നിട്ടുള്ളൂ, അപ്പോൾ കിലോഗ്രാം തന്നാൽ ഗ്രാമിലേക്ക് മാറ്റണം. അപ്പോൾ 2000/28 ആവും. 2000/28 കാൽക്കുലേറ്റർ ചെയ്താൽ അപ്രോക്സിമേറ്റ്ലി 71.4 കിട്ടും. കിട്ടുക? അപ്പോൾ 2000/28 മോൾ. 28 അറിയില്ല നൈട്രജൻ മോളിക്കുലർ മാസ്. 2 കിലോ ഹൈഡ്രജൻ അത് 2000/2. 2000/2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 2 മോളിക്കുലർ മാസ് അല്ലേ? അപ്പോൾ 100 മോളും. അപ്പോൾ ഗിവൺ ഡാറ്റ ഗ്രാം അല്ല മോൾ അല്ലാത്തതുകൊണ്ട് അതിനെ നമ്മൾ മോളിലേക്ക് മാറ്റി. ഇനി നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാൽ 1 മോൾ നൈട്രജന് 3 മോൾ ഹൈഡ്രജൻ വേണം. അപ്പോൾ 71.4 മോളിനോ 3 × 71.4 മോൾ വേണ്ടേ? ക്ലിയർ? അത് 214.2 കിട്ടും. അപ്പോൾ നോക്കിയേ, 71.4 മോൾ N2 റിക്വയേർഡ് 214.2 മോൾ ഹൈഡ്രജൻ. അർത്ഥം മനസ്സിലായില്ലേ? 71.4 മോൾ നൈട്രജന് 214.2 മോൾ ഹൈഡ്രജനാണ് ആവശ്യം. വിച്ച് ഈസ് ഇൻ എക്സസ്, അത് അധികമല്ലേ? ഓക്കെ, നമുക്ക് എത്ര മോളെ വേണ്ടു? 100 മോളല്ലേ? 2 കിലോഗ്രാം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 100 മോളാണ് ഹൈഡ്രജൻ നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ? തെറ്റിയെന്ന് തോന്നേ. എത്ര? 100 മോൾ ഹൈഡ്രജനാണ് തന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് എത്ര വേണ്ടത്? 214.2 മോൾ. ഏത്? 214.2 മോൾ ഹൈഡ്രജൻ ആണ് ആവശ്യം. അപ്പോൾ ഞാൻ എഴുതി തെറ്റിപ്പോയി, കേട്ടില്ലേ? 214.2 മോൾ ഹൈഡ്രജനാണ് ആവശ്യം. മനസ്സിലായോ? 214.2 മോൾ ഹൈഡ്രജൻ ആവശ്യമുണ്ട്. പക്ഷെ നമുക്ക് തന്നത് എത്ര? 2 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ അറിയില്ലേ? 2000 എത്ര? എത്ര? 2 അല്ലേ? 2000/2 100 അല്ലേ വരിക? ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ പിന്നെ ഏത് 2000/2 100 അല്ലല്ലോ, 1000 അല്ലേ? അവിടെ തെറ്റി, സോറി. അപ്പോൾ ശരിയായി. 71.4 മോൾ N2 റിക്വയർഡ് 214.2 മോൾ ഹൈഡ്രജൻ അല്ലേ? പക്ഷേ വിച്ച് ഈസ് ഇൻ എക്സസ്. ആലോചിക്കാതെ വിച്ച് ഈസ് അവിടെ ഒരു 0 കുറച്ചുകൊണ്ടല്ലേ പറ്റിയ കേട്ടോ. വിച്ച് ഇൻ എക്സസ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് അധികമാണ് ഹൈഡ്രജൻ. അപ്പോൾ ഏതാ കുറവ്? നൈട്രജൻ. അപ്പോൾ ഏതാ ലിമിറ്റിംഗ് റിയേജൻറ്റ്? നൈട്രജൻ. അപ്പോൾ N2 ഈസ് ദി ലിമിറ്റിംഗ് റിയേജൻറ്റ്. കേട്ടോ? ആർക്കായാലും തെറ്റും. നമ്മൾ ഈ ചെറിയ സാധനങ്ങൾ ചെയ്യാണ്. അതുകൊണ്ട് പിന്നെ ഏത് ശ്രദ്ധിച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, കേട്ടില്ലേ? ഓക്കെ, അപ്പോൾ N2 ഈസ് ദി ലിമിറ്റിംഗ് റിയേജൻറ്റ്. ക്ലിയർ ആയോ? ഇനി ലിമിറ്റിംഗ് റിയേജൻറ്റ് കണ്ടുപിടിച്ചാൽ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞിട്ടേ ലിമിറ്റിംഗ് റിയേജൻറ്റും പ്രോഡക്റ്റിൽ ഇക്വേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ പിന്നെ നോക്കി, 1 മോൾ നൈട്രജൻ ആണെങ്കിൽ എത്ര മോൾ അമോണിയ ഉണ്ടാവും?
2 മോൾ അമോണിയ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 71.4 മോൾ ആണെങ്കിലോ 2 ഇൻറ്റു 71.4 മോൾ ഉണ്ടാവും. പഠിച്ചില്ലേ? അത് ഇൻറ്റു മോളിക്കുലർ മാസ് അല്ലേ മാസ്. ഇപ്പോൾ 2 ഇൻറ്റു 71.4 ഇൻറ്റു 17 ഗ്രാം അമോണിയ. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോൾ ഇനി ഏതാണ്ട് പിന്നെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തന്നു കഴിഞ്ഞാൽ സാമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ തരും. കേട്ടില്ലേ? തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യണം. ക്ലിയർ ആയത്? ഓക്കെ ഓക്കെ യെസ്. ഇനി മോൾ കൺസെപ്റ്റ് ചെറുതായിട്ട് കെമിക്കൽ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ, വലുതായി അപ്ലൈ ചെയ്യുന്നത് എൻട്രൻസ് ക്ലാസ്സിൽ പറഞ്ഞു തരും കേട്ടോ. ചെറുതായി അപ്ലൈ ചെയ്യുന്ന 1-2 ചോദ്യങ്ങൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കുക. ഇപ്പോൾ CH4 + 2O2 gives CO2 + 2H2. അത് നിങ്ങൾക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്. ഈസ് how many gram oxygen is required for the complete combustion of 32 gram methane. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഇക്വേഷൻ എഴുതുക. ഇക്വേഷൻ എഴുതാറിയില്ലേ? CH4 പ്ലസ് ഈ ഇക്വേഷൻ എഴുതാൻ പഠിപ്പിക്കുന്നത് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ പാഠത്തിലാണ്. അന്നേരം പറഞ്ഞുതരും. ഇപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഇക്വേഷൻ തരും കേട്ടോ. അപ്പോൾ ഇത് ഇക്വേഷൻ പ്രകാരം 1 മോൾ മീഥേനിന് എത്ര മോൾ ഓക്സിജൻ വേണം? 2 മോൾ ഓക്സിജൻ വേണം. ഇനി നിങ്ങൾക്ക് തന്ന ഡാറ്റ എത്രയാണ്? ഇവിടെ ഞാനിവിടെ ഇത് ഗിവൺ ഡാറ്റ 32 ഗ്രാം അല്ലേ മീഥേൻ. ഓക്കെ. അപ്പോൾ ഞാനിവിടെ എഴുതുന്ന ശ്രദ്ധിക്കുക. 32 ഗ്രാം മീഥേൻ എന്ന് പറഞ്ഞാൽ എത്ര മോളാ? ദാറ്റ് ഈസ് ഈക്വൽ ടു 32/16. എത്ര മോള്? 2 മോൾ അല്ലേ? അപ്പോൾ 1 മോൾ ഇത് 2 മോൾ മീഥേനാണ് ഉള്ളത്. 16 അല്ലേ മോളിക്കുലർ മാസ്. 1 മോൾ മീഥേന് എത്ര മോൾ ഓക്സിജൻ വേണം? 2 മോൾ. അപ്പോൾ 2 മോൾ മീഥേനോ 4 മോൾ ഓക്സിജൻ വേണം. ക്ലിയർ ആയോ? ഓക്കെ. 2 മോൾ മീഥേൻ റിക്വയേർഡ് 4 മോൾ ഓക്സിജൻ. ക്ലിയർ ആയില്ലേ? ദെർഫോർ എത്ര ഗ്രാം ഉണ്ടാവും? 4 ഇൻറ്റു 32 ഗ്രാം. ക്ലിയർ ആയില്ലേ? ഓക്സിജൻ. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ചെറുതായി അപ്ലൈ ചെയ്ത ക്വസ്റ്റ്യൻസേ ഇപ്പോൾ ഞാൻ ചെയ്യിക്കണുള്ളൂ. ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസേ ഉള്ളൂ കേട്ടോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് ദി മാസ് ഓഫ് CO2 ഫോംഡ് ബൈ ദി കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് 2.4 കിലോഗ്രാം കോക്ക്. രണ്ടാമത്തെ ചോദ്യം 6 ഗ്രാം ഈഥെയ്ൻ. രണ്ടിലും ഇക്വേഷൻ തരും. ഇതിൽ ഒന്നാമത്തെ ഇക്വേഷൻ C+O2 gives CO2 അറിയാവുന്നതാണ്. രണ്ടാമത്തെ ഇക്വേഷൻ C2H പ്ലസ് അതില്ലേ C2H പ്ലസ് പിന്നെ 7/2O2 gives 2CO2 പ്ലസ് 3H2O. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ തരും. ഇത് സ്വന്തമായി കണ്ടുപിടിക്കാനുള്ള ഐഡിയ നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ തെർമോഡൈനാമിക്സ് നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം കോക്ക് എന്ന് പറഞ്ഞാൽ കാർബണാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇത് വളരെ സിമ്പിളായി ഒന്നാമത്തെ ചോദ്യം സിമ്പിളായി എഴുതാം. എത്ര? C+O2 gives CO2 അല്ലേ? ഇങ്ങനെയാണ് കംപ്ലീറ്റ് കമ്പഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയോ? കമ്പഷൻ എന്ന് പറഞ്ഞാൽ ജ്വലനം. അപ്പോൾ കംപ്ലീറ്റ് കമ്പഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ മുഴുവനായി കത്തി. അപ്പോൾ ഏതാണ് അധികം എടുക്കുക? ഓക്സിജൻ. അപ്പോൾ ഏതാ ലിമിറ്റിംഗ് റിയേജന്റ്? മറ്റേത് ഓക്സിജൻ അധികമാണല്ലോ. അപ്പോൾ ഓക്സിജൻ്റെ എമൗണ്ട് ആവശ്യമില്ല. ഓക്സിജൻ അധികം എടുത്തു. അപ്പോൾ ഇതാണ് കുറവ്. അപ്പോൾ ഏതാ ലിമിറ്റിംഗ് റിയേജന്റ്? കാർബൺ. അപ്പോൾ നോക്കിയതാ 1 മോൾ കാർബൺ ആണ് കത്തുന്നതെങ്കിൽ 1 മോൾ CO2 കിട്ടും. ശരിയല്ലേ? ഇത് നിങ്ങൾക്ക് തന്ന ഡാറ്റയിൽ എത്ര കിലോഗ്രാമാണ്? 2.4 കിലോഗ്രാം അല്ലേ കോക്കുള്ളത്? കോക്ക് എന്ന് പറഞ്ഞാൽ കാർബൺ തന്നെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.4 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ എത്ര? 12 കിട്ടില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര വരും? 200 അല്ലേ വരുക? 200 മോളാവും കിട്ടുമോ? അങ്ങനെയാണെങ്കിൽ ഒരു മോൾ കാർബൺ കത്തിയാൽ 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആവും. അപ്പോൾ എത്ര? 200 മോൾ കത്തിയാലോ? വേഗം പറയും. 200 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ക്ലിയർ ആയോ? അപ്പോൾ ആൻസർ 200 ഇൻറ്റു 44 ഗ്രാം പോരെ കാർബൺ ഡൈ ഓക്സൈഡ്. എളുപ്പമില്ലേ? ഇനി അടുത്തതും എളുപ്പം തന്നെ. എത്ര? C2H 6 ഗ്രാം അല്ലേ? 6 ഗ്രാം C2H എത്രയാണ് മോള്? 6/30 അല്ലേ മക്കളെ? മോളിക്കുലർ മാസ് 30. 6/30 1/5. 1/5 കിട്ടിയില്ലേ മോള്? ഇനി നോക്ക്. ഇക്വേഷൻ പ്രകാരം ഇക്വേഷൻ ആദ്യം എഴുതുക. C2H6 പ്ലസ് 7/2O2 gives
2CO2 പ്ലസ് 3H2O ഉണ്ടല്ലേ. ഇനി പറയും എത്രയാണ് ഇത് ലിമിറ്റിംഗ് റിയേജൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിനെ നോക്കിയാൽ മതി. ഇത് എത്ര മോള് 1 മോൾ ആണെങ്കിൽ എത്ര 2 മോൾ CO2 ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര മോളുള്ളത് 1/5 അല്ലേ. അപ്പോൾ 1/5 ആണെങ്കിലോ 2/5 മോൾ ഏതുണ്ടാവും CO2. അപ്പോൾ ആൻസർ എത്ര 2/5 ഇൻറ്റു 44 ഗ്രാം. ക്ലിയർ ആയില്ലേ? ഓക്കെ ക്ലിയർ. അടുത്ത ഒരു ചെറിയ പോയിന്റ് ശ്രദ്ധിക്കുക. പേഴ്സൻറ്റേജ് കോമ്പോസിഷൻ. എന്താണ് പേഴ്സൻറ്റേജ് കോമ്പോസിഷൻ? ക്വസ്റ്റ്യൻ ഇതാണ് നോക്കുക. ഫൈൻഡ് ദി പേഴ്സൻറ്റേജ് ഓഫ് all the elements in okay all the elements in Na2SO4 all the elements in Na2SO4. അപ്പോൾ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു കോമ്പൗണ്ടിലുള്ള എല്ലാ എലമെൻറ്റിൻ്റെയും പെർസെൻറ്റേജ് കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ മോളിക്കുലർ മാസ് അറിയണം. അപ്പോൾ ആദ്യം മോളിക്കുലർ മാസ് ഓഫ് Na2SO4 എത്ര കിട്ടും? അപ്പോൾ 2 ഇൻറ്റു 23 അറ്റോമിക് മാസ് നിങ്ങൾക്കറിയാം. സൾഫറിൻ്റെ 1ൻ്റെ 32 അല്ലേ 32 പ്ലസ് 4 ഇൻറ്റു 16. ഓക്കെ ഇത് ആഡ് ചെയ്ത് എന്ത് കിട്ടും പറയും? 142 കിട്ടും. ഇത് ആഡ് ചെയ്ത് 142 ഇട്ടില്ലേ? ഇതാണ് മോളിക്കുലർ മാസ്. ഇനി ഇതിൻ്റെ അർത്ഥം 142 ഗ്രാം സോഡിയം സൾഫേറ്റിൽ 46 ഗ്രാം സോഡിയം ഉണ്ട്, 32 ഗ്രാം സൾഫർ ഉണ്ട്, 64 ഗ്രാം ഏതുണ്ട് ഓക്സിജൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പേഴ്സൻറ്റേജ് ഓഫ് സോഡിയം ഈക്വൽ ടു എത്ര പറയും? യെസ് 46/142 ഇൻറ്റു 100. ക്ലിയർ? യെസ്. പേഴ്സൻറ്റേജ് ഓഫ് സൾഫർ ഓഫ് 32/142 ഇൻറ്റു 100. പേഴ്സൻറ്റേജ് ഓഫ് ഓക്സിജനോ 64/142 ഇൻറ്റു 100. പഠിച്ചില്ലേ? ഇങ്ങനെ പെർസെൻറ്റേജ് പിടിക്കാൻ പറ്റും. ക്ലിയർ? കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്യണം കേട്ടോ. ഓക്കെ യെസ്. ഇനി ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ എഴുതാം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യണേ. ഫൈൻഡ് ദി പേഴ്സൻറ്റേജ് ഓഫ് all the elements in നമുക്കൊരു സിംപ്ലസ്റ്റ് കോമ്പൗണ്ട് പറയാം C6H4Cl2. ഇതാണ് കോമ്പൗണ്ട് ഇരിക്കുക. ഇത് നേരിട്ട് എഴുതാൻ പറ്റും. നേരെ എഴുതിക്കൂടെ? എത്ര മോളിക്കുലർ മാസ്? മോളിക്കുലർ മാസ് ഈക്വൽ ടു 6 ഇൻറ്റു എത്ര 12 പ്ലസ് 4 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 35.5 അല്ലേ? അപ്പോൾ എത്ര വരും? 146 വരിക അല്ലേ? ഓക്കെ ഞാൻ പെട്ടെന്ന് പറയാം. 147 വരും. ഓക്കെ 147. ക്ലിയർ ആയില്ലേ? ഇനി നിങ്ങൾ പറഞ്ഞേ വാട്ട് ഈസ് പേഴ്സൻറ്റേജ് ഓഫ് കാർബൺ? ഇതേപോലെ പറഞ്ഞാൽ പെർസെൻറ്റേജ് കാർബൺ എത്ര മക്കളെ? കാർബൺ 6 അല്ലേ? അപ്പോൾ 6 ഇൻറ്റു 12 72. 72/147 ഇൻറ്റു 100. എത്ര പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ? ഹൈഡ്രജൻ ഈക്വൽ ടു എത്ര? H2 ഇത് തെറ്റുന്നില്ല കേട്ടോ. എത്ര ഹൈഡ്രജൻ? 6 4. അപ്പോൾ 4/147 ഇൻറ്റു 100. മറ്റേ എത്ര പെർസെൻറ്റേജ് ഓഫ് ഏതാ? നെക്സ്റ്റ് ക്ലോറിൻ 71/147 ഇൻറ്റു 100. കിട്ടിയോ? ഓക്കെ ക്ലിയർ ആയില്ലേ? കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്യണം കേട്ടോ. ഓക്കെ